ജൂൺ 7 ഞായറാഴ്ച വൈകുന്നേരം 6:30 സക്സസ് സ്റ്റോറി. മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കും നീതി ഉറപ്പാക്കിയ ന്യായാധിപൻ എത്തുന്നു. ചില്ലുകൂട്ടിൽ അകപ്പെട്ടുപോയ കുരുവിയെ രക്ഷിക്കാൻ 50 കിലോമീറ്റർ അകലെയുള്ള മലയോര ഗ്രാമമായ ഉളിക്കലിലേക്ക് കുതിച്ചെത്തിയ മനുഷ്യൻ. ഷോപ്പിന് മുമ്പിലൊക്കെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ഗ്ലാസിൻ്റെ ഉള്ളിലൊരു കുരുവി കിടക്കും. കുരുങ്ങിയ കുരുവി പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ രക്ഷിക്കാൻ നോക്കി, എറിഞ്ഞു നോക്കി, വെട്ടിയെടുത്ത് നോക്കി. പിന്നെ കുറച്ച് ഉയരത്തിലാണ്, എത്തുകയില്ല. അപ്പോൾ രാത്രി ഞാൻ കുറേ ശ്രമിച്ചു നോക്കി. പിറ്റേന്ന് രാവിലെ അത് അവിടെ ചത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. എൻ്റെ കാലെന്തോ കുടുങ്ങിപ്പോയി വെച്ച് പക്ഷേ അത് മനസ്സിലവിടെ കിടക്കുന്നില്ല. അപ്പോൾ ഈ കുരുവിന്ന് കണ്ടപ്പോൾ മനസ്സ് കത്തി. എന്നോട് പറഞ്ഞു, ആ പക്ഷിയെ എങ്ങനെ രക്ഷിക്കണം, എന്ത് തന്നെയല്ല. വേറെ ഇപ്പോൾ ആര് പോയാലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ജില്ലാ ജഡ്ജി തന്നെ വണ്ടി നേരെ വിട്ടോണം. കോവിഡ് കാലത്ത് അങ്ങ് കൊട്ടാരക്കരയിൽ കൊമ്പ് വളർന്ന് കുരുക്കിലായ ആനയ്ക്ക് കൊമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരമൊരുക്കിയ മൃഗസ്നേഹി. കൊല്ലത്തൊരാന കൊമ്പുകൾ ലോക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുണ്ട്. ലോക്ക്ഡൗൺ പീരീഡ് കൊമ്പ് വളർന്ന് ലോക്കായി പോയതാണ്. ഇത് കട്ട് ചെയ്താൽ കുഴപ്പമില്ല, കട്ട് ചെയ്യാം. പക്ഷെ കട്ട് ചെയ്യണമെങ്കിൽ കേരളത്തിൽ 2 പേർക്ക് കട്ട് ചെയ്യാൻ അതിൻ്റെ എക്സ്പേർട്ട് ഉള്ളൂ. ഒരാൾ തൃശ്ശൂർ, ഒരാൾ എറണാകുളത്തും ഉണ്ട്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു വെറ്റിനറി സർജൻ വേണം. അവിടുത്തെ തന്നെ വെറ്റിനറി സർജനാണ് സാന്നിധ്യം വേണം. ആ ഏരിയയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും വേണം. ഇവർ 3 പേരും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മൂവ്മെൻറ്റ് ഇവരെല്ലാം പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം പെർമിഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ വണ്ടി വരുമ്പോൾ വിത്തിൻ 24 hours ആനയുടെ ആന കൊമ്പ് ലോക്കായത് വെട്ടിമാറ്റി ആന തുമ്പിക്കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്ന ഫോട്ടോ അടക്കം പിറ്റേന്ന് മാതൃകയുണ്ട്. ഇടുക്കിയിലെ പൊന്നോമനകൾ സ്കൂളിലേക്ക് മരക്കഷണത്തിലൂടെ പുഴ കടന്നപ്പോൾ അവർക്കായി ഹൈക്കോടതി ഉത്തരവിൽ പാലം നിർമ്മിച്ചു നൽകാൻ മുൻകൈയെടുത്ത മനുഷ്യത്വത്തിന്റെ ആൾരൂപം. ഇത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായി വിരമിച്ച KT നിസാർ അഹമ്മദ്. ന്യായാധിപന്റെ റോളിൽ 30 വർഷത്തെ സേവനത്തിനു ശേഷം ഇനി മലപ്പുറം ജില്ലയിൽ കുടുംബ കോടതി ജഡ്ജിയുടെ പദവിയിലേക്ക് പോകുന്ന നിസാർ അഹമ്മദ് മനസ്സു തുറക്കുന്നു. മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി.